പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ലൈവ് എന്റെയാണ് ഇതെന്തോ വീഡിയോ ചാറ്റ് പോലെ ഉണ്ട്. പെട്ടെന്ന് കാണാൻ ഈ നാലായിട്ട് വന്നിട്ട്. ഹലോ ഗബ്രി, സുഖം? ഓവർ നടിപ്പ് വേണ്ട. നിങ്ങളുടെ നടിപ്പൊക്കെ ബിഗ് ബോസിൽ ഓൾറെഡി ആൾക്കാർ കണ്ടു. ബിഗ് ബോസ് സെറ്റ് വീട്ടുക്കുള്ള അതിനാൽ ഇവിടെ വേണ്ട വേണ്ട വേണ്ട. മൂന്ന് മെയിനാ ഈ രണ്ടെണ്ണം വേണ്ട. എന്താ പോയി വേണ്ട. അപ്സരേന്റെ ബർത്ത്ഡേക്ക് പോണം. ഞാനുണ്ടോ അമൃത ബാക്കി ചാറ്റില് തീർത്ത് തരാം. ചാറ്റിലുള്ള പണി ഇപ്പൊ തരാം. അക്ക വെയിറ്റ് ചെയ്യും. ബർത്ത്ഡേക്കാ ഞങ്ങള് വോട്ട് ഫ്ലൈറ്റ്. എടാ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉള്ള ആളാ സ്വന്തമായിട്ട്. വിജയ് കഴിഞ്ഞ അടുത്ത ശ്രീതുവാണ്. അതെ അതെ, എന്റെ പിന്നാമറയാ ഉള്ളത്. ജെറ്റ് പിന്നാടി പാർക്കിംഗ് ചെയ്ത് സാധനപ്പോ വരും. പിന്നെന്താ പറയാ, കൂടുതൽ പറയാൻ പറ്റില്ല. പറഞ്ഞ ചെന്നൈ പോകാൻ പറ്റില്ല. പെട്ട ആള് വരും. അന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ രക്ഷപ്പെട്ടതാ. പുറത്തിറങ്ങിയപ്പോ ഉണ്ടല്ലോ കാലം എന്ന് വിളിച്ചിട്ട് 4 ടാറ്റാ സുമോ നിറച്ച ആള് വെട്ട. പെരുമയാ സൊല്ല്, എനിക്ക് ഇന്നും വേണം പെരുമയാ. ഇത് വേണം. പറ്റുന്നില്ല സായി എത്ര പറഞ്ഞാലും പറ്റുന്നില്ല. എനിക്ക് കേട്ടോണ്ടേ ഇരിക്കണം തോന്നുന്നു. മക്കളെല്ലാം ഭയങ്കര ബ്ലോക്ക്. അത് മറ്റേ ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാര് അവര് ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരാ. ആ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരെ കൊണ്ട് എന്താടാ കോറമാളിലെ 3D സ്ക്രീനില് ശ്രീധു ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും കണ്ട ഫ്രണ്ടില് ശ്രീധുവിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ശ്രീധുവിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മുടിഞ്ഞ ആള് കട്ട ബ്ലോക്ക്. ബ്ലോക്കാ. ഞാനിപ്പോ ചോദിച്ചു അണ്ണ എന്താ ബ്ലോക്ക് എന്താന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വേണ്ടിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്ന് ആൾക്കാർ വന്നു. നിനക്ക് വായിക്കാൻ മലയാളം വായിക്കാൻ അറിയത്തില്ല. മെസ്സേജ് ഒന്നും കാര്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക്. അവർക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല. ചുമ്മാ തള്ളല്ലേ വേണ്ട. നീ തമിഴ്നാട്ടിൽ കിടന്ന് തള്ളിയിട്ട് ഇവിടെ കിടന്ന്. ഞാനൊരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ വണ്ടി ഓഫ് ആക്കട്ടെ. ഞങ്ങൾ വണ്ടി ഓഫ് ആക്കാം. നീ തള്ളി വണ്ടി തന്നെ പൊക്കോളൂല്ലോ. നീ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല. വണ്ടിയല്ല, നീ നിന്റെ വായ ഓഫ് ആക്ക്. ചാടിപ്പോയത് നമുക്ക് ശ്രീധുവിനെ ഒരു കാര്യം ചെയ്യാം. ഇത് ശ്രീധുവിന്റെ ലൈവ് അല്ലേ? ഒരു ടാസ്ക് വെച്ചിട്ട് നമുക്ക് ശ്രീധുവിനെ വിൽക്കുക. അതല്ല ബിഗ് ബോസ് ഉള്ളേ, ഇത് ബിഗ് ബോസ് വെളിയില്. യാരും ഇനി വന്നിട്ട് എനിക്ക് ടാസ്ക് വെച്ചിട്ട് റസ്മിനെ സായി പുറപ്പെട്ടു. നിങ്ങൾ ഇറങ്ങിയോ? ശ്രീധുവിനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ ഇറങ്ങുന്നു? ഞങ്ങൾക്ക് വേറെ പാർട്ടി ഉണ്ട്. നിന്നെ വിളിക്കാത്തതുകൊണ്ട് നീ വരണ്ട. ഞങ്ങളിവിടെ കേരളത്തിലുള്ള ആൾക്കാർ അടിച്ചു പൊളിക്കട്ടെ. ഇല്ല സോറി, ഞാൻ അപ്പൊ ബിസി ആയിട്ടുണ്ടാവാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഷെഡ്യൂളാണ്. നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നേ? ഞങ്ങളെല്ലാരും പോകുന്നുണ്ട്. അപ്സരേനെ ഇറങ്ങും. ഞാൻ ഇറങ്ങണം. എനിക്ക് 1.5 മണിക്കൂർ. തൃശ്ശൂർ. ഓ നൈസ്. അവിടെ എത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യാം. ഞാൻ അതൊരു ഉണ്ടാവും അറിയില്ല, നോക്കട്ടെ. ഓക്കെ വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ അപ്പോ ഗൈസ് ബൈ, ഹാവ് ഫൺ. എല്ലാരും കാണുന്നില്ല. ഓക്കെ ബൈ. ഞാൻ മറ്റു വിദേശം വിട്ട് വിദേശത്തിലിരിക്കുന്നു. ഞാൻ പറയുന്നത് നാട് വിട്ട് നാടിട്ടിരിക്കുന്നു. അതങ്ങനെ പറയുന്നത്. ചെന്നൈ വരുന്നുണ്ട്. കൊച്ചിക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കൊച്ചിയില്. കാണിക്കട്ടെ? ഞാൻ വന്നിട്ട് നീ കണ്ടിരുന്നോ?
ഇത് ഞാൻ വന്നിട്ട് കാണാം. കർമ്മണം ഞങ്ങൾ ഞങ്ങൾ അയ്യോ നിന്റെ ഞങ്ങൾ എക്സ്പ്രഷന്റെ അറിയുന്നത് ഞാൻ വന്നിട്ട് കാണാം. ആ വേണ്ട, നീ കാണിക്കേ വേണ്ട. ഞാനിപ്പോ ഇറ്റ്സ് ഓക്കെ ലുലുവിന്റെ സിജോ, ഫ്രണ്ടില് വേണ്ട, മതി ഞാൻ കാണിച്ചുതരാം മതി, വേണ്ട. ഞാൻ ഉണ്ടാ വന്നിട്ട് ഉണ്ടാ മോനെ കാണാം ഉണ്ട് സിജോ, ഞാൻ ഉണ്ട് വരാൻ പോണു. ഇപ്പൊ കുറച്ച് ദിവസത്തില് ഞാൻ വരും. സോ വെട്ടുവെടാ. സീരിയസ്ലി എടാ നീ സീരിയസായിട്ട് പറയോ? ചുമ്മാ ചുമ്മാ നിന്നെ റോസ്റ്റ് അവൻ ചിലപ്പോ കളിയാക്കി കണ്ടോ 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 ലാലേട്ടന്റെ തെങ്ങാണ് വായിൽ തെങ്ങ്. ഇല്ല 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 ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല സീസോക്ക ഏയ്, ചുവപ്പ് 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 വെട്ടപ്പോരടാ ഇത് അവന്റെ. വെട്ടപ്പോരടാ അവന്റെ. സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നു മതി മതി, കമ്മിയാക്കിക്കോ. ഓക്കെ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഓക്കെ 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 സിജോ, റെസ്റ്റോറന്റ് അവിടെ വന്നിട്ട് കാണാം ബൈ ബൈ. നമുക്ക് അവിടെ വന്നിട്ട് കാണാം ഇവിടെ വിളിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ, ഓക്കെ യാ ആക്ച്വലി അതാണ് ഉണ്മ. പിന്നെ ആ, ഒന്നും പറഞ്ഞില്ല. അതെ, ലൈവ് ലൊക്കേഷൻ ഓക്കെ ഡൺ ഓക്കെ ഗൈസ്, ബൈ, ഹാവ് ഫൺ. ഓക്കെ ബൈ ബൈ ഞങ്ങൾ പോവാ നീ ലൈവില് പൊളിച്ചോ ഓക്കെ ഓക്കെ ബൈ. ശരി അപ്പൊ ശരി ബൈ. നീ ലൈവ് ഓക്കെ ഞങ്ങൾ കാണണ്ടോ ഇറങ്ങാൻ നിക്കാം. ബൈ. ഓക്കെ 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 ബൈ. ഓ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നേ? ഇതെങ്ങനെ കട്ട് ചെയ്യുന്നേ? എനിക്കറിയില്ല, നിങ്ങളിതാ കട്ടാക്കണം. എടാ ഇതെങ്ങനെയാണ് ലൈവ് എങ്ങനെ ഞാൻ പോകുന്ന എങ്ങനെ കട്ട് ചെയ്യുന്നേ? എനിക്കറിയില്ല കേട്ടാ, സോറി, ഗൈസ് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, ഞാനപ്പോ കമന്റ്സ് ഒക്കെ നോക്കട്ടെ. പാവ പിള്ളേര് കമന്റ്സ് ഒക്കെ അടിച്ചോണ്ടിരുന്നുണ്ട്. സിജോ ചേട്ടാ, ഓക്കെ സിജോ ചേട്ടാ. എനിക്ക് എക്സ്പെക്ട് അടിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല, അവിടെ ആരുടെ ചോദിക്കാം. അവിടെ തൊട്ട് നോക്ക്, തൊട്ടിട്ട് അത് എക്സ് സിമ്പിൾ വരണ്ടാണ് നോക്ക്. അല്ല അത് സ്ക്രീൻ രണ്ടായിട്ട് സ്ക്രീൻ വരികയാണ്. ഒന്ന് കസ്റ്റ് ചെയ്ത് ഗൈസ് ആരെയും പറഞ്ഞല്ലോ സ്വിച്ച് ഓഫ്. ഗായ്സ് മഴ തോന്നുന്നു. അവരാരും ചാറ്റ് വായിക്കുന്നില്ല. അത് ആക്ച്വലി ഫണ്ടിന് വേണ്ടി കുറച്ചു നേരം വന്നിട്ട് പോയത്. റസ്മിൻ ഉണ്ടോ? പോയി. ഓക്കെ, റസ്മിൻ ബൈ ഫൈനലി ലെഫ്റ്റ്. എല്ലാവരും ലെഫ്റ്റ് ആയി. മക്കളെ വെരി സോറി, കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. പിന്നെ പറയൂ, വിശേഷങ്ങൾ പറയൂ. നിങ്ങള് ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. കുറച്ചു നേരത്തിൽ ഞാനും പോവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുവരെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയൂ. ഹായ് സാക്കിയ, ലവ് യു ടു. ഹലോ, ഹായ് അൽഫ്, ഹായ്, ഹലോ ഗൈസ്, എന്തെങ്കിലുമൊക്കെ പറയൂ. ലൈവ് വന്ന ഇത് വീഡിയോ എല്ലായിടത്തും സംസാരിച്ചെന്നാല അങ്ങനെ പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പി ആ എഡിറ്റ്സ് ഒക്കെ നോക്കി. എന്റെ ലൈക്ക് പേഴ്സണൽ എന്റെ ശ്രീതു എഡിറ്റ്സും ശരി, പിന്നെ ശ്രീജൂൻ, പിന്നെ ശ്രീജോ, കുറെ എഡിറ്റ്സ് ഉണ്ട് കേട്ടാ. എല്ലാവരുടെ എഡിറ്റ്സ് ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുണ്ട്. പ്ലസ് നിറയെ പേര് വന്നിട്ട് പോസിറ്റീവ് ആയിട്ട് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വെരി ഹാപ്പി. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നതില് ഉള്ളിൽ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കടസി വരയ്ക്കോ ലൈക്ക് ഒരേ മാതിരി. അതാണ് എന്റെ ക്യാരക്ടർ. സോ അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്, എന്റെ ക്യാരക്ടർ. സോ ഐ എം ഹാപ്പി. കുറെ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയത്. ഐ എം ഹാപ്പി ആൻഡ് നിങ്ങളും എല്ലാവരും ഹാപ്പി. ലൈക്ക് വെരി ജെന്യൂൻ ആയിട്ട് ഒരു നല്ല മനുഷ്യയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കേൾക്കാൻ വളരെ സന്തോഷമായി. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വന്നു. സോ ഹലോ പറയൂ. ഹായ് കാത്രിൻ, ഹായ്. കോം വേണ്ട, ഹായ്. ഓക്കെ റസ്മേൻ, അവിടെ എത്തിയിട്ട് കോൾ ചെയ്യൂ. ഡൺ. സോ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് പറയണെങ്കിൽ ഇന്റർവ്യൂ, അയ്യോ ഈ കോംബോ എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് അറിയുന്നില്ല. എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോൾ. ബിക്കോസ് അത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല. ഈ അർജുന്റെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ്, അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് ഇവൻച്വലി ലൈക്ക് ഒരു ഫ്രണ്ട്സ് ആയി. ഇപ്പം ഗുഡ് ഫ്രണ്ട്സ്.
അപ്പൊ അത് ഇങ്ങനെ മുന്നോട്ട് പോകണം ഞാനും വിചാരിക്കുന്നു. പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയണ്ടു, അതൊക്കെ ഇല്ല. സോ അതും എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ കുറെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി, വേറെ ഫാൻസിന്റെ കൂടെ എല്ലാ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ വേണ്ട. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഒരു പ്രോബ്ലംസ് ഒന്നും ഓരോരുത്തരും ഇടാണ്ട്, ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് എല്ലാരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യൂ എല്ലാരെയും. അതും എനിക്ക് പറയാനുണ്ടായിരുന്നു. ലൈക് ശ്രീജുന ആ ഒരു സംഭവം. സോ ഈക്വൽ ആയിട്ട് ഇരിക്കൂ, ഫൈറ്റ് ഒന്നും ചെയ്യാണ്ട്. യെസ്. ഹായ് ഹായ് ജാസ്മിൽ, ഹായ്. ഞാൻ ബിഗ് ബോസ് ഇത് കാണിക്കൊന്നുമില്ല, പക്ഷേ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ കാണും. താങ്ക് യു മോട്ടോ ഹോളിക് സോൾ, താങ്ക് യു. അക്ക പറ, ഹാപ്പി ആണോ? ഹാപ്പി ആണ്. തേജ തക്കുടു, ഹാപ്പിയാ? യാ, ഐ എം ഹാപ്പി. കുറച്ച് സാഡ് ആയിരുന്നു, ബട്ട് ഐ എം ഹാപ്പി റൈറ്റ് നൗ. ഐ തോട്ട് ശ്രീതു വിൻ ചെയ്യുമ്പോൾ ഓഫ് വാവ്, വിചാരിച്ചില്ല. അത് മതി ശ്രീവിദ്യ, അത് മതി. ഹായ് ഫ്രം വല്യമ്മൻ വല്യച്ച, ഹായ്. ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ് യു ഹാവ് ഇൻ ബിഗ് ബോസ്? യെസ്, ഓഫ് കോഴ്സ്. ഞാനത് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ലൈക് ജെന്യൂൻലി ഫ്രണ്ടായ വ്യക്തി വന്നിട്ട് അർജുൻ എന്നാണെന്ന്. സോ യെസ്, ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ്. തമിഴ് ഫാൻസും ഇവിടെ ഉണ്ട്. യെസ്, கண்டிப்பா. ஆனா எனக்கு வர்ற கமெண்ட்ஸ் எல்லாமே வந்துட்டு மலையாளத்துல இருக்கிறதுனால நான் மலையாளத்துல ரிப்ளை செஞ்சுட்டு இருக்கேன். நீங்க தமிழ்ல பேசினா கண்டிப்பா நானும் தமிழ்ல பேசுவேன். ബിഗ് ബോസിൽ വന്നത് കൊണ്ട് നന്നായി മനസ്സിലാക്കാൻ പറ്റി. സച്ച് എ ഗുഡ് പേഴ്സൺ, ലവ് യു. ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുമോ? തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരാം. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് ഇന്ററാക്ട് ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പറയുന്നത്, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ആ ഒരു വിഷയം എനിക്ക് ഇഷ്ടമാണ്. സോ തീർച്ചയായിട്ടും എന്നാൾ മുടിഞ്ഞാലൊക്കെ ഞാൻ ലൈവ് വരാൻ ശ്രമിക്കാം. പിന്നെന്താ ഹായ് 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 ഹായ്. ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല അക്ഷയ. ഇനിമേൽതാ ലൈവ് മുടിഞ്ഞു കുടിക്കും. ഹായ് ആദൂസ്, ഹായ് പറ, ഹായ്. കോബോ ഇഷ്ടമല്ലാതെ കോബോ അടിപൊളി. ഓക്കെ, താങ്ക് യു ഫൈസൽ. ഹായ് അലീന, ഹായ് സ്നേഹ, എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഡു യു ഹാവ് ബോയ്ഫ്രണ്ട്? നോ, ഐ എം സിംഗിൾ. അയ്യോ, മലയാളത്തിൽ എന്തോ ടൈപ്പ് ചെയ്തിരിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. മൈ കമന്റ് എന്താ വാ എന്തോ എഴുതിയിട്ടുണ്ട്. ഹായ് തരുമ, ഹായ് സൗമ്യ, ഹായ്. ഹായ് റഫീന, ഹായ് ശ്രീതു, അക്കാശകീര, ഹായ്. അർജുൻ കുറച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? യാ, ജെന്യുവൻ ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നെ എന്റർടൈനർ, ഫൺ മോഡ്, ഫൺ ആണ്, വളരെ ഫണ്ണുള്ള ഒരു പേഴ്സൺ ആണ് അർജുൻ. വേറെ 2 വാർത്ത ചോദിച്ചു, ഞാൻ ഇത്ര വാർത്ത പറഞ്ഞു. ശരിക്കും സിസ്റ്ററിന്റെ ഹോം പ്ലേസ് ചെന്നൈ ആണ്. മോട്ടോഹോളിക്, ചെന്നൈ. ഹലോ, ഹായ്. ശ്രീതു, പരമേശ്വരൻ, ഗ്രീഷ്മ, ശ്രീതു, ഹായ്. എല്ലാവർക്കും ഹായ്. യുവർ മലയാളം ഇംപ്രൂവ്ഡ് എ ലോട്ട്, നൈസ് ടു ഹിയർ ഇറ്റ്. താങ്ക് യു ഗോപിക. ഞാനും അത് വിചാരിക്കുന്നുണ്ട്, എന്റെ മലയാളം കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. ഐ മീൻ മുന്നേ കാട്ടി ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അക്ക സാഡ് ആവാൻ കാരണം എന്തായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലല്ലോ, സാഡ് ഒന്നുമില്ല, നോ സാഡ്. എനിക്ക് എവിക്ട് ആയത് എനിക്ക് കുറച്ച് വർത്തമായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് മിഡ് വീക്ക് എവിക്ഷൻ. പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പോയി. പിന്നെ അത് ഇങ്ങനെ ആയത് എനിക്കത് ഇത്തിരി ലൈക്ക് കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഏനാ ടോപ്പ് 5 വരയ്ക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് നടന്നില്ല. അപ്പൊ അതുമേ കൊഞ്ചോ കഷ്ടമായി. ബട്ട് ഇറ്റ്സ് ഫൈൻ, ഓക്കെ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അല്ലേ? അപ്പൊ അങ്ങനെ നടന്നു. ഹായ്. അർജുൻ ആഡ് ചെയ്യുന്നു പറയുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അർജുൻ ഓൺലൈനിൽ ഇല്ല. സോ ഐ ഗസ് പറ്റില്ല. വിഷ് ടു സീ യു ഇൻ ബിഗ് സ്ക്രീൻ സൂൺ. താങ്ക് യു ആദിര, താങ്ക് യു. തീർച്ചയായിട്ടും വരും. ഹായ് ദേവിക, ரொம்ப ബ്യൂട്ടിഫുൾ, താങ്ക് യു. അലീന പീറ്റർ ക്യാരക്ടറിൽ ഫാൻ ആകുന്ന ബിഗ് ബോസിൽ വന്നപ്പോൾ പിന്നെ കട്ട ഫാൻ ആണ്. താങ്ക് യു അപർണ, താങ്ക് യു വെരി മച്ച്. അർജുനായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഹായ് ഹൃദയ, എല്ലാവർക്കും ഹായ്.
വിൽ യു കണ്ടിന്യൂ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അർജുൻ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അരുതരുത് കുതിരെ, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാർട്ടിങ്. അത് കണ്ട് അതിപ്പോ വേണ്ട. ചായ കുടിച്ചോ? ഇല്ല ഇല്ല, ഇനിമേൽ தான் പുറമേയുണ്ട് ശ്രീത. നഹി ചേച്ചി. പിന്നെ ഹായ്, ഹൗസ് ലൈഫ് ഗോയിങ്? കറന്റ്ലി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടും നന്നായിട്ട് പോവും. ചേച്ചി യു ആർ നോട്ട് റീഡിങ് മൈ മെസ്സേജ്. സോറി സാൻ, ഇപ്പൊ ഞാൻ കണ്ടു. ആ, നല്ല മലയാളം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതെ. ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ? യാ, അത് ഉണ്ട്, കുറച്ച് ദിവസം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. സോ ദാറ്റ്സ് ഓക്കെ. മുന്നക്കാട്ടി റിമൈൻസ് മീ സംതിങ്. മനസ്സിലായില്ല. സോറി. ആർ യു ഇൻ ഹോം? യെസ്, ഐ മീൻ ഹോം. ശ്രീതു പ്ലീസ് സ്പീക്ക് ഇൻ ദാറ്റ് അതർ ഫണ്ണി വോയിസ്. അഭിഷേകെ കൊഞ്ചം കോൾഡ് ആയി തോന്നുന്നു എന്തോ. പ്ലീസ്, എന്ത് പറയാൻ? ഹായ് അഭിഷേക്, സൗഖ്യമാ അഭിഷേക്? എന്ത് ചെയ്യുന്നു അഭിഷേക്? എന്നാവാ? അഭിഷേക് ഇവിടെയാണോ ഇല്ല അഭിഷേക് കേരളത്തിലാണോ ഇല്ല ചെന്നൈയിലാണോ? എവിടെയാണെന്ന് കുറച്ച് പറയാമോ? അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഹായ് 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 മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്. എല്ലാവരും എഡിറ്റ് ഞാൻ കണ്ടു കേട്ടാ. ഐ മീൻ എല്ലാവരും മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എഡിറ്റ്സ് ഒക്കെ എല്ലാം കണ്ടിട്ടുണ്ട്. എഡിറ്റ് കേറി കണ്ടതൊന്നുമല്ല, ബട്ട് ഞാൻ എഡിറ്റ് കുറെ കണ്ടു. നല്ല ലൈക്ക് ഫൺ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എഡിറ്റ്സ് ഒക്കെ. എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തിരിക്കണല്ലോ, അതിനൊക്കെ വളരെ വളരെ നന്ദി. സോങ് പാടുമ്പോ അയ്യോ കൊഞ്ചം കഷ്ടം, ഇപ്പൊ വേണ്ട, പിന്നെ നെക്സ്റ്റ് ലൈവില് ഞാൻ ചെയ്യാം. വേറെ ഹസ്കി? ഓ, ജിമ്മിക്കുട്ട ഉണ്ട്. ജിമ്മിക്കുട്ട ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഗുഡ്സ്, ഹായ് എല്ലാവർക്കും ഹായ്, കൊറേ ഹായ്. തലവി ശ്രീതു ഒക്കെ താങ്ക് യു. വന്ദന ശ്രീകുമാർ, സോറി ഇട്ടാ, ഞാൻ ഇപ്പോൾ മെസ്സേജ് കണ്ടത്. സോ യെസ്, ഇനി എല്ലാവരുമേ ഹായ് ബട്ട് ഇതാ കൂടുതലുണ്ട്. എന്നീ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ ഒരു പക്ഷെ കമ്മിയായിട്ടുണ്ട്. അപ്പോ മേ ബി നെക്സ്റ്റ് ടൈം അഗെയിൻ ലൈവിൽ തിരിച്ചും കാണാം. ക്യൂട്ട് വോയിസ് ശ്രീതു. ഇപ്പൊ പൂനെയാണ്. നെക്സ്റ്റ് വീക്ക് ബാക്ക് ടു കേരള. സൂപ്പർ അഭിഷേക്. അപ്പോ ചിലപ്പോ ഉണ്ടായിരുന്നാ നമ്മൾ കാണാം. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഇപ്പൊ കുറച്ചു നേരത്തേക്ക് தான் ഞാൻ വന്നതിനും കുറച്ചു നേരം കുറെ പേര് ആൾക്കാർ വന്ന് കുറെ കമന്റ്സും കുറെ ഹാർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും വളരെ നന്ദി മാത്രം. വെരി ഗ്രേറ്റ്ഫുൾ ആണ് സത്യം പറഞ്ഞ. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് കുറെ അയച്ചുകൊണ്ടിരിക്കുന്നു. കൊടുത്ത നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയുന്നില്ല. അല്ല, ഞാൻ കൊടുത്തു നോക്കാം. ഓക്കെ, വെൻ ആർ യു കമ്മിങ് ടു കൊച്ചിൻ? കൂടിയ സീക്രത്തിൽ വരും. ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞാൻ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടും. സോ ഇടാണ്ടൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഞാൻ ഇടും ഞാൻ വരുമ്പോ. സോ യെസ് ഗൈസ്, അപ്പോ ടൈമായി. ഇനി അപ്പോ ഇന്നൊരു ലൈവ് ഞാൻ തീർച്ചയായിട്ടും ലൈവ് വരും ട്ടാ. ലൈവ് ഞാൻ ലൈവ് ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലൈവ് ഞാൻ വരാം. അതുവരയ്ക്കും ടാറ്റ ഗൈസ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കൂ. എന്തൊക്കെയെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന അതൊക്കെ വന്നിട്ട് പോവും. അത് ഏതുമേ പെർമനന്റ് അല്ല, ഇറ്റ്സ് ടെമ്പററി. സോ അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ ഹാപ്പി ആയിട്ടിരിക്കൂ. ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പോ ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി ഗൈസ്. ടാറ്റ. ഇനി പിന്നീട് കാണാം. ബൈ.